ആ ഞാനൊരു കഥ പറയാനാണ് പോണത്. ഇത് അങ്ങനത്തെ ഒരു കഥയില്ല, ഇത് നടന്നാണെന്ന് ഞാൻ കേട്ടറിഞ്ഞേക്കണാണ്. വാമൊഴിയാണത്, കൈമൊഴിയും തേമൊഴിയും എന്നല്ല, വാമൊഴിയാണ്, കേട്ടറിഞ്ഞേക്കണാണ്. അപ്പോൾ നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരാണ്, ഒരു 22 വയസ്സുണ്ടാവും. കാണാൻ ലുക്കുണ്ട്, അത്യാവശ്യം ലുക്കുണ്ട്, കുഴപ്പമില്ല. അത് നല്ല ചേട്ടൻ, കല്യാണം കഴിച്ചോളാം. ഈ ചേട്ടൻ ഇങ്ങനെ തൃശ്ശൂർ മേപ്പാടി വഴി ഒരു രാത്രി ഒരു 12:20 ആയിട്ടുണ്ടാവും രാത്രി കേട്ടോ. ഇങ്ങനെ ബൈക്കും ഒറ്റയ്ക്കാണ്. അവിടെ ഇങ്ങനെ ആൾക്കൂട്ടം തന്നെ, കാട് പ്രദേശമാണല്ലോ, അപ്പോൾ ആൾക്കൂട്ടമൊന്നുമില്ല, വീടുകളും ഇല്ല, ലൈറ്റുകളും ഒന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കാണാം. ചേട്ടൻ ബൈക്കുമ്പോൾ നല്ല തൊഴിൽ ഇവൻ ജോലിക്ക് പോയി വന്നാണ്. ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, കോളേജിലാണ്, കേരളവർമ്മ കോളേജിലാണ് തന്നെ പഠിക്കുന്നത്. അപ്പോൾ ബിടെക്കിനാണ് പഠിക്കുന്നത്, ഡിഗ്രിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനാണ് ബൈക്കുമ്പോൾ ചിന്നിച്ച് മാഞ്ഞു വരാം കേട്ടോ. അപ്പോൾ സംഭവം എന്താ, ഇയാൾ പഠിച്ചു വരുമ്പോൾ ഇയാൾക്ക് ചെറിയ പേടിയുണ്ട്. കൂട്ടുകാർ ഹോസ്റ്റലിൽ അവർ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ആൾക്കാരും പേടിപ്പിച്ച് വിടുമല്ലോ. അവിടെ നീ ഒറ്റയ്ക്കല്ല പോണത്, എന്തെങ്കിലും കണ്ടൊന്നും പേടിക്കരുത്, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ചേട്ടൻ അങ്ങനെ ഉണ്ടാവില്ല. ഒരു പോണ വഴിയുണ്ടല്ലോ, ഇങ്ങനെ നല്ല സ്പീഡിൽ പോകും. അപ്പോൾ ഇയാൾ ഈ കാര്യം ഈ ചേട്ടൻ ഈ കൂട്ടുകാർ പറഞ്ഞ അന്വേഷിച്ച് ഓർത്തു. അപ്പോൾ ഇയാൾ പേടി കിട്ടും. വണ്ടിയുടെ ബാക്കിൽ എന്തോ ഇരിക്കാൻ വേണ്ടി തോന്നി, ഇത് വെയിറ്റ് പോലെയൊക്കെ തോന്നും വണ്ടി, അങ്ങനെ തോന്നുന്ന സ്വഭാവമാണത്. ഒരു ചേട്ടൻ ഇങ്ങനെ കൈയായിട്ട് നിർത്തിയിട്ടോ. അപ്പോൾ മോനെ ഇറങ്ങി. അപ്പോൾ ഈ ചേട്ടൻ നിർത്തി, വണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ വണ്ടി മേലെ നിൽക്കുവാണ്, കൈ പിടിച്ച് എല്ലാം കൈ പിടിച്ച് നിൽക്കുവാണ്. നിൽക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ചേട്ടൻ 12 മണിയുണ്ടോ, എന്താണ് അയക്കാൻ അറിയില്ലല്ലോ, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ചേട്ടൻ മോനെ സിഗരറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. സിഗരറ്റ് അല്ല മേലെ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. ലൈറ്റർ ഉണ്ട്. ആ ചേട്ടൻ നിർത്തണ വഴിക്കേ ചേട്ടൻ ബീഡി എടുക്കുന്ന ബീഡി എടുത്തു, താഴത്തേക്ക് വീണു ഈ ചേട്ടൻ്റെ. അപ്പോൾ ഈ ബൈക്ക് മീനെ ചേട്ടനോട് ചോദിച്ചു, മോനെ നിർത്തറ കണ്ണാണല്ലോ. ചേട്ടൻ കുനിയാണ്, നിർത്തി നോക്കിയപ്പോഴില്ല, ആടിൻ്റെ കാലിങ്ങനെ വെച്ചാണ്, ചേട്ടൻ അതൊക്കെ നടന്നു വരാം. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത് പൊട്ടച്ചിട്ടു, പേടിച്ച്. അപ്പോൾ കുറച്ച് ആൾക്കൂട്ടങ്ങളുണ്ടോ. അപ്പോൾ ഇപ്പോൾ എന്നിട്ടാ ആ ചേട്ടൻ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാരോട് ചേട്ടാ അവിടെ ഒരാളിങ്ങനെ കാലുമ്പോൾ എന്നിട്ടാ മറ്റേ പശുവിൻ്റെ ആടിൻ്റെ കാലം പോത്തിൻ്റെ കാലങ്ങൾ വെച്ചിട്ട് നിൽക്കണം, പേടിച്ച്. പിന്നെ പനി. അപ്പോൾ ഇപ്പോൾ ആ ചേട്ടന്മാരൊക്കെ ഇതിനെ